നമ്മൾ പണമല്ലല്ലോ പ്രധാനം. പണത്തിനേക്കാൾ ഒക്കെ മുകളിൽ എന്ന് പറയുന്നത് ബന്ധങ്ങളാണ്. ഇപ്പം ഇങ്ങനത്തെ ഒരു വിഷയം നമുക്ക് നിങ്ങളൊക്കെ വന്നില്ലേ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ. അന്വേഷിക്കാനുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അധികാരത്തിന്റെ അഹങ്കാരമോ ഗർവോ ഇല്ലാത്തൊരു രാഷ്ട്രീയ പ്രവർത്തകന്റെ കഥയാണ്. വേറെ ആരുമല്ല, മുൻ മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയയുടെ മകൻ MK മുനീർ. 5 തവണ MLA, 3 തവണ കേരളത്തിലെ മന്ത്രി. അതും അഴിമതി നടത്താൻ ഏറ്റവും എളുപ്പമെന്ന് കരുതപ്പെടുന്ന പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിട്ട് പോലും അദ്ദേഹത്തിന്റെ കൈകളിൽ അഴിമതിയുടെ ഒരു കറ പോലും പുരണ്ടിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 2 ദിവസം മുന്നേ അദ്ദേഹം നേരിട്ട ഈ കടബാധ്യത. സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ അദ്ദേഹം ഒന്ന് മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ ഈ ജപ്തി നോട്ടീസ് ഒരിക്കലും അദ്ദേഹത്തിന്റെ പടിവാതിൽക്കൽ വന്നു നിൽക്കില്ലായിരുന്നു. ഇത്രയും വലിയ സാമ്പത്തിക പ്രയാസം നേരിട്ടിട്ടും ഒരാളോടും വെളിപ്പെടുത്താതെ ആത്മാഭിമാനിയായ അദ്ദേഹം എല്ലാം ഉള്ളിലൊതുക്കി. എന്നാൽ എങ്ങനെയോ അറിഞ്ഞെത്തിയ മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഈ വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇതിനൊരു തീരുമാനമെടുത്ത് തീർപ്പ് കൽപ്പിച്ചു. ഇത്തിരി വൈകിയിരുന്നുവെങ്കിൽ പാർട്ടിയുടെ ഉള്ളിലും പുറത്തുമുള്ള ഒരുപാട് സുമനസ്സുകൾ ഇതിനൊരു തീർപ്പ് കൽപ്പിക്കുമായിരുന്നു. എങ്കിൽ അവർക്കൊന്നും ഒരു അവസരം കൊടുക്കാതെ തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനം 49 ലക്ഷം രൂപയുടെ കുടിശ്ശിക ബാങ്കിലടച്ച് ആധാരം തിരികെ വാങ്ങിക്കൊടുത്തു. തന്റെ അഭിമാനം കാത്ത പ്രസ്ഥാനത്തോട് വൈകാരികമായാണ് അദ്ദേഹം പ്രതികരിച്ചത്. തന്റെ ജീവിതകാലം മുഴുവൻ ആ പാർട്ടിക്കായി നിലകൊള്ളുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ജനങ്ങൾക്കായി അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. കഴിയുന്നതും ബാങ്ക് ലോണുകൾ ഒഴിവാക്കുക എന്നൊരു വലിയ ബോധവൽക്കരണമാണ് അദ്ദേഹം സമൂഹത്തിന് നൽകിയത്. അപ്രതീക്ഷിതമായി വന്ന തിരിച്ചടികൾ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് സ്വന്തം ജീവിതം മുൻനിർത്തി അദ്ദേഹം ലോകത്തെ ഓർമ്മിപ്പിച്ചു. അധികാര കസേരയിലിരുന്ന് സമ്പാദിക്കാത്ത ഒരാൾക്ക് മാത്രമേ ആത്മവിശ്വാസത്തോടെ ഈ വാക്കുകൾ പറയാൻ കഴിയൂ. ഇത്രയും വലിയ കടബാധ്യതകൾക്കിടയിലും തന്റെ വിനയമോ പുഞ്ചിരിയോ അദ്ദേഹം കൈവിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. സമ്പത്തിനേക്കാൾ വലുത് സ്നേഹമാണെന്ന് എന്റെ ഉപ്പ പഠിപ്പിച്ചു തന്ന അനുഭവമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അധികാരം എന്നത് ജനസേവനത്തിനുള്ളതാണെന്നും അത് സ്വന്തം ലാഭത്തിന് വേണ്ടിയുള്ളതല്ലെന്നും ഡോക്ടർ MK മുനീർ തന്റെ ജീവിതം കൊണ്ട് തെളിയിക്കുന്നു. രാഷ്ട്രീയത്തിലെ ഈ വിനയവും സത്യസന്ധതയും പുതിയ തലമുറക്കും പുതിയ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒരു പാഠപുസ്തകമാണ്.